അങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 20 രൂപ ടിക്കറ്റ് നിരക്ക് കേട്ടോ ഓരോരുത്തർക്ക്. വണ്ടിക്ക് 50 രൂപ. അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടി ഓൺലൈനായിട്ട് കിട്ടില്ല കേട്ടോ, വണ്ടി നമ്മളിവിടെ പേ ചെയ്യണം. നമ്മളങ്ങനെയുള്ളത് സഞ്ചിക്കോട്ടയിലാണ്. ഇത് 2ാമത്തെ പാർട്ടാണ് കേട്ടോ. വണ്ടി പാർക്കിങ്ങിലിട്ട് ഇവിടുന്ന് സഞ്ചിക്കോട്ട എപ്പിസോഡ് തുടങ്ങാൻ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും ഒരു കെട്ടിട നിർമ്മിതി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു പാടം മാതിരി ആയിട്ടുണ്ട് ഈ ഒരു ഏരിയ. അതിൻ്റെ അപ്പുറത്ത് ഒരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴത്തു കൂടി നമ്മൾ അങ്ങനെ നടന്നു വരണം. ഇവിടെയൊക്കെ ഒരുപാട് നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ അവശിഷ്ടങ്ങളായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ പുതിയ നിർമ്മിതികളാണ് ഈ കാണുന്നതൊക്കെ, ടോയ്ലറ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ. അങ്ങനെ ഒരു കെട്ടിട നിർമ്മിതി കാണുന്നുണ്ട്. അതിന് മേലായിട്ടാണ് കേട്ടോ ആ ഒരു കോട്ട വരുന്നത്. ഇത് ക്ലോസ് ആണ്. ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഈ കാണുന്ന കോട്ടയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ജിഞ്ചി കോട്ട എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. കുറിച്ചുള്ള വിവരണങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 2 സൈഡിലും കിടങ്ങുകളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നതൊക്കെയാണ് ആദ്യകാല ചരിത്രങ്ങൾ. പിന്നെ ഈ ഒരു കോട്ട ഭയങ്കര സേഫ്റ്റി ഭാഗമായിട്ട് ഒരുപാട് കെയറിങ് ചെയ്യുന്ന ഒരു കോട്ടയാണ് കേട്ടോ. നല്ല സേഫ്റ്റി ഫീച്ചറുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കയറുന്ന കവാടം തന്നെ വളഞ്ഞു തിരിഞ്ഞ് പൊളിഞ്ഞിട്ടുള്ളൊരു കവാടമാണ്. കവാടത്തിലുള്ള ഓരോ കല്ലുകളിലും വ്യത്യസ്തമായിട്ടുള്ള കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് 3 ലാംഗ്വേജിലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭാഗത്ത് തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേൽഭാഗത്ത് ഒക്കെ തകർന്നു പോയതാവാൻ ചാൻസ് കേട്ടോ. കാരണം ഇവിടെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഗുഹ മാതിരിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിവിടെ ഇറങ്ങി നോക്കാം. കയറി വരുന്ന ഈ ഒരു എൻട്രൻസിലുള്ള കേട്ടോ. അപ്പോൾ അതിൽക്കൂടെ വെള്ളമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൽക്കൂടി ഇതിൽ കൂടെ വന്നിട്ടാണ്ട് ഇറങ്ങാനൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ശത്രുക്കളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിരോധിക്കാനൊക്കെ ആയിരിക്കാം എന്നൊക്കെ വിചാരിക്കാം. ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ കൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ് എന്ന് പറയുന്നത് തന്നെ വളഞ്ഞു പൊളഞ്ഞാണ് ഉള്ളത്. ആ ഒരു ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു മതിൽക്കെട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗുഹ കാണുന്നുണ്ട്. അത് മോനിസ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. പിന്നെ ഇവിടെ സ്റ്റെപ്പായിട്ടുണ്ട് മേലെ കയറിയിട്ട് വീക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ തോക്കുകൾ വെക്കാനുള്ള ഒരുപാട് ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തോക്കുകൾ വെക്കുന്ന ഗ്യാപ്പുകളാണ്. എല്ലാ സ്ഥലത്തും തോക്കുകൾ വെക്കുന്ന ഗ്യാപ്പുണ്ട്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയത്തെ മലമേൽ ഇതേപോലെ മതിലുകൾ കാര്യങ്ങളൊക്കെ കാണാം. അത് വേറെയാണ് കേട്ടോ. ഈ ഒരു ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ചെത്തി വെച്ചിട്ടുള്ള കരിങ്കൽപ്പാളികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു സൺസൈഡിന് മാതൃകയായിട്ടുള്ളത്. ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഈ കാണുന്ന ചുമരിലൊക്കെ തോക്ക് വെക്കാനുള്ള ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് കയറേണ്ട ഒരു എൻട്രൻസ് പറയുന്നത് ഇതാണ് കേട്ടോ. കയറി വന്നാൽ ഇങ്ങനത്തെ വലിയൊരു കവാടം കിട്ടും കേട്ടോ. ഇതും കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുന്ന് കാണുന്ന ഒരു ലുക്കാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. ഈ ഒരു എൻട്രൻസ് അതായത് ഇങ്ങോട്ട് കയറുന്നത് തന്നെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ്. ഏരിയയിൽ കുറേ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒളിഞ്ഞു നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെ നമുക്ക് നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അതുപോലെ കുമ്പിട്ടിട്ടൊക്കെ പോകണം. നമ്മൾ ഈ ഒരു വലിയൊരു കവാടം കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി വന്നൊരു കവാടത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലുള്ള ലുക്ക് ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ കേട് വന്ന് പോയിട്ടുണ്ട്. പാറിൻ്റെ മേലെയും വെടിവെപ്പ് കേന്ദ്രമുണ്ട്. കവാടത്തിൻ്റെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ നല്ല തേച്ച് പാകപ്പെടുത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ബിൽഡിങ് കാണുന്നുണ്ട് കേട്ടോ. ഈ അടിയിലൊക്കെ കാണുന്നത് പഴമയിലുള്ള ബിൽഡിങ്ങുകളാണ്. ഈ ഒരു ഏരിയയിലൊക്കെ എന്തൊക്കെയോ മതിലുകളൊക്കെ ഉണ്ട്, തകർന്നു പോയിട്ടുണ്ട്. എന്തോ ഒരു വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടാൽ അടർന്ന് വീണിട്ട് തരിപ്പിടായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കെട്ടിട നിർമ്മിതി തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൈഡിലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തേച്ച് കാണ്ടുള്ളൊരു ബിൽഡിംഗ് ഉള്ളത്. ഈ ഒരു ഏരിയയിലാട്ടോ, ഈ ഒരു പാറിൻ്റെ അടുത്ത് ഇവിടെയാണ് ആ ഒരു കെട്ടിടം ഉണ്ടായിട്ടുള്ളത്. ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സൈഡിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ പൊളിഞ്ഞാടി പോയിക്കണത്. ഏരിയക്ക് വരുമ്പോൾ ഇവിടെ ഒരു കവാടം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. ഇത് കല്യാണ മഹലാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. അതുപോലത്തെ ഒരു ഹോളാണ് കേട്ടോ. അതുപോലെ കേട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. 4 സൈഡിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഹോൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. സെൻറ്ററിൽ കാലിയാക്കിയിട്ടിരിക്കുക.
സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റേജ് വരുന്നുണ്ട് കേട്ടോ. അതിന് നേരെ മേലെ ഈ ഒരു ബിൽഡിങ്ങും വരുന്നുണ്ട്. കാണുന്ന ഓരോ കെട്ടുകൾക്കും ഒരു അറയുടെ വലിപ്പമുണ്ട് കേട്ടോ. ഏകദേശം ഒരു ജയിൽ ഒക്കെ കാണുന്ന ഒരു ഫീലിങ്സാണ് കിട്ടുന്നത്. ഒരു കവാടം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ജയിൽ തന്നെ, അങ്ങനെയുണ്ട് ഇതിൻ്റെ രൂപകൽപ്പന. ഈ സൈഡിലുണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പല വശത്തേക്കും തിരിയുന്ന രൂപത്തിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ട് വഴിയുണ്ട്, ഇവിടേക്ക് ഉള്ളിലേക്ക് വഴിയുണ്ട്, ഇവിടേക്ക് സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ പോയി കഴിഞ്ഞാൽ അതുപോലെ ഒരു ഹോളിലേക്ക് ഇങ്ങനെ വീണ്ടും പോവാണ് കേട്ടോ. നിഗൂഢതകൾ നിറഞ്ഞൊരു കോട്ടയായിട്ടാണ് ഈ കോട്ടയെ കണക്കാക്കുന്നത്. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മേലേക്കുള്ള കോണി കാണുന്നുണ്ട്, നമുക്ക് ഇതിൽ കൂടെ കയറാം. ഇതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് മേലേക്ക് കയറട്ടാ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലേക്ക് കയറുകയാണേ. കോട്ട അല്ലല്ലോ. അങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയക്ക് പോകണ്ട. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇടവഴി കൂടി കയറട്ടാ. എന്താ വെച്ചാൽ ആൾക്ക് ഇങ്ങനെ കയറാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഭാഗത്ത് കൂടി കയറുന്നിട്ട് ഈ ഭാഗത്ത് കൂടി വീണ്ടും കയറാം. ൊക്കെ തന്നെ നല്ല മെച്ചപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ കയറണേ. ഈ മേലുള്ളത് ഇതാ ഹൈറ്റ് കുറഞ്ഞ് വരികയാണ് കേട്ടോ. വീണ്ടും നമ്മളിവിടെ എത്തി, വീണ്ടും ഇവിടെ കയറണേ. അങ്ങനെ ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോഴേ നമ്മൾ ഇതുപോലത്തെ ഒരു ഓപ്പൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ഇവിടെയും കയറാം. ഇനി ഒരു നിലയും കൂടി കയറാണ്ട് നമ്മൾ എത്തിയിട്ടുള്ള ഓപ്പൺ ടെറസിലേക്കാട്ടാ. ഏറ്റവും ടോപ്പൊക്കെ എത്തി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ കയറി വരുന്ന കവാടം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ് കാണുന്നുണ്ട്. പിന്നെ അവിടെ അതേപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കാണുന്നുണ്ട്. പിന്നെ പൊളിഞ്ഞാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാ. ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ ഈ നടുമുറ്റം കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ നേരെ അടുത്ത് കണ്ടിരുന്ന ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. പൊളിഞ്ഞാടിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഏരിയയിലായിട്ട് വലിയൊരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു അറ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഏരിയയിലായിട്ട് വലിയ പടർന്ന് പന്തലിച്ച ഒരു ആൽമരാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കെട്ടിട നിർമ്മിതികൾ കാണുന്നുണ്ട് കേട്ടോ. കുറേ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പാറ വ്യക്തമായിട്ട് കാണാം. അതിന് മേലെയാണ് കോട്ട വരുന്നത്. അന്ന് ബിൽഡിങ്ങൊക്കെ സെക്യൂരിറ്റികൾ നിന്നിരുന്നതാണ് കേട്ടോ. ഈ കാണുന്ന ഓരോ ഏരിയയിലുള്ള ഓട്ടകളും മറ്റേ വെടിവെക്കാനുള്ള ഗ്യാപ്പുകളാണ് ഇതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ഓട്ടകൾ കാണുന്നുണ്ട്. കിടന്നൊക്കെ വെടിവെക്കാം. പിന്നെ വെള്ളം പോകാനും കൂടി ആയിട്ടുള്ള സ്രോതസ്സായിരിക്കാം. പക്ഷെ തോക്കിട്ട് വെടിവെക്കുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കിടക്കാനുള്ള ഒരാളെ കിടക്കാനുള്ള ഹൈറ്റും കാണുന്നുണ്ട്. ഒരു ചെറിയ മലമ വരെ ഇവർ പ്രതിരോധം തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എത്രത്തോളം പടയാളികൾ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു പാറപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട്. താഴത്തൊക്കെ നിർമ്മിതികൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടിക കൊണ്ടാണ് മെയിനായിട്ട് തീർത്തിട്ടുള്ളത്. നമ്മൾ കയറി പോയത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേലേക്കാട്ടാ. വേറൊരു ബോർഡിൽ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെന്ന് പറഞ്ഞ ആല് രണ്ടാണ് കേട്ടോ. ഒരാളല്ല, അത്യാവശ്യം പടർന്ന് പന്തലിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ബോർഡ് രണ്ട് ഭാഗത്തേക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് നോക്കിയിരുന്നപ്പോൾ കണ്ടിരുന്നൊരു സംഭവങ്ങളാട്ടോ ഇതൊക്കെ. ഇതൊരു ജയിലാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലുണ്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുന്നതിനാലേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു 2ാം ഭാഗമായിട്ടും ഇനി വരുന്നത് 3ാം ഭാഗമായിട്ടും ചെയ്യാം. ഈ കാണുന്ന ജയിലുകളെ കുറിച്ചുള്ള കണ്ടൻ്റാണ് തുടർക്കഥയായിട്ട് വരിക. അപ്പോൾ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.